സെക്രട്ടേറിയറ്റ് സമരത്തിന് SFI വിദ്യാർത്ഥികൾ ബ്ലേഡുമായിട്ട് വന്നു. ഒരു ബ്ലേഡല്ല, വളരെയധികം ബ്ലേഡുകൾ, പല ബ്ലേഡുകൾ സമരം കഴിഞ്ഞ് പോയപ്പം ആ സമരമുഖത്ത് കാണപ്പെട്ടു. തറയിലെല്ലാം ബ്ലേഡ് നിരന്ന് കിടക്കുന്ന കണ്ടു. ഇത് ഒരു ഡെഡ്ലി വെപ്പണാണ്. ഒരാളുടെ കഴുത്തിൽ വെച്ച് ബ്ലേഡ് കൊണ്ട് അറുത്താൽ ആളുടെ ജീവൻ പോകും. കയ്യിലായി ഞരമ്പ് മുറിക്കാനൊക്കെ ഷാർപ്പാണ് ബ്ലേഡ്. ഒരാളെ പരിക്കേൽപ്പിക്കാൻ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഒരാളെ വൈറ്റലായ പരിക്കേൽപ്പിക്കാനായിട്ട് ഈ ബ്ലേഡ് മതി. അപ്പോൾ അതൊരു ഡെഡ്ലി വെപ്പൺ തന്നെയാണ്. ആ ഡെഡ്ലി വെപ്പൺ ഉപയോഗിച്ച് അതുകൊണ്ടാണ് SFI കുട്ടികൾ സമരത്തിന് വന്നത്. പോലീസിനെ നേരിടാനോ അല്ലെങ്കിൽ പോലീസ് ഡിഫെൻഡ് ചെയ്യുമ്പം അവർക്ക് പോറാനും ഒക്കെ ഉദ്ദേശിച്ചായിരിക്കണം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ SFI കുട്ടികൾ പറയണത് അത് അവിടെ ഉണ്ടായിരുന്ന ആ പോലീസിൻ്റെ ഡിഫൻസ് മെക്കാനിസം, ആ ഗ്രില്ല്, അത് കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അത് കട്ട് ചെയ്യാൻ തന്നെയാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്നൊരു ഡിഫൻസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, അത് ഒരു പൊതു സ്ഥലമാണ്. അവിടെ സമരം നടക്കുകയാണ്. അവിടെ പോലീസുണ്ട്, പോലീസിൻ്റെ കയ്യിൽ ലാത്തിയുണ്ട്, പോലീസിൻ്റെ ടിയർ ഗ്യാസുണ്ട്, പോലീസിൻ്റെ വെടിവെക്കാനുള്ള ഇതുകൊണ്ട് പോലീസ് ആ സമരമുഖത്ത് അങ്ങനെ തയ്യാറായി സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. ആ സ്ഥലത്ത് ബ്ലേഡുമായിട്ട് വരിക, അല്ലെങ്കിൽ കുറുവടിയും തടിയായിട്ട് വന്നാൽ പോലീസ് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യും. പക്ഷേ കൈവശം ഇങ്ങനൊരു ആയുധമുണ്ട്, ഷാർപ്പായ ഒരു ആയുധമുണ്ടെന്ന് അറിയാതെ അവരുടെ കൈവശത്ത് എല്ലാവരും ഇതുണ്ടായിരുന്നു. സമരത്തിൽ ഉപയോഗിച്ച് ആർക്കെങ്കിലും ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റതായി കണ്ടില്ലെങ്കിലും ബ്ലേഡ് ആ സ്പോട്ടിൽ സമരം കഴിഞ്ഞ് കുട്ടികൾ പോയപ്പോൾ സ്പോട്ടിൽ ധാരാളം കിടക്കുന്ന കണ്ടു. ഏതായാലും ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള സമരമുറകൾ കേരളത്തിന് അപരിചിതമാണ്. കേരളത്തിൽ ഇത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഒരു വൈറ്റലായ ഒരു നീക്കം തന്നെയാണ്. ഇതിന് അതിശക്തമായ നടപടിയാണ് കേരളത്തിൽ വേണ്ടത്. അത് 10 പേർക്കെതിരായിട്ട് ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി സജീവ് എന്നിവർ അതിന് ഉത്തരവാദികളാണ്. അവരും മറ്റേ 8 പേരും 10 പേരുടെ പേരിലാണ് ഇപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് ജാമ്യം കിട്ടാനുള്ള വകുപ്പ് ഇതിനകത്ത് കാണുന്നില്ല. കാരണം നേരത്തെ നമുക്കറിയാമല്ലോ, ED വന്ന് റെയ്ഡ് നടത്തിയപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലെ വാടക വീടിൻ്റെ മുമ്പിൽ റെയ്ഡ് കഴിഞ്ഞ് പോയവരെ അവിടുത്തെ CPM പ്രവർത്തകർ ആക്രമിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. ഏകദേശം 27 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാരകായുധങ്ങളുമായി അവിടെ ഇഷ്ടിയും അതുപോലെയുള്ള വെപ്പണും കുറുപടിയൊക്കെ ആയിട്ട് വന്ന് ആക്രമിച്ച സംഭവത്തിൽ അവർക്കാർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. ഇപ്പോഴേതായാലും ആ 27 പേര് ജയിലിൽ കിടക്കണം. അതേ അവസ്ഥ ഈ കുട്ടികൾക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാരകായുധങ്ങൾ കയ്യിലുണ്ട്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബ്ലേഡ് കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് കുറേ ദിവസം അകത്ത് കിടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിലുള്ള സമരമുറയിൽ നിന്ന് പിന്മാറണം SFI നേതൃത്വം. കാരണം അത് നല്ലതല്ല. ആ കുട്ടികളുടെ ഭാവി തീർച്ചയായിട്ടും നശിക്കും. കാരണം ഇതുപോലെയുള്ള വെപ്പണമായിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന അവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത ബുദ്ധിമുട്ടാണ്. കാരണം ക്രിമിനൽ കേസുണ്ടാവും. ഇപ്പം തന്നെ 10 പേരെ റിമാൻഡ് ചെയ്ത് കളയും. സംസ്ഥാന നേതാക്കന്മാരും SFI സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിലും അത് റിമാൻഡ് ചെയ്യും പോലീസ്. അതിശക്തമായ നടപടി വരുന്നു എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞും കഴിഞ്ഞു. ഇവിടെ ഇവർ SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ കോപ്പറേറ്റീവ് ഈ ഫീസുകൾ വർദ്ധിപ്പിച്ചത് അത് കുറയ്ക്കണം. ആ ഫീസ് വർധനയ്ക്കെതിരായിട്ടാണ് ഇവർ സമരമുഖം തുറന്നത്. അതുകൊണ്ട് വയലൻ്റായി അവിടെ പോലീസിനെതിരായിട്ട് അതിശക്തമായ നീക്കം നടന്നു. ആ സമരമുഖത്ത് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ നേതാക്കന്മാർ പറഞ്ഞു അവർ ആ ബാരിക്കേഡ്, ഇരുമ്പ് ബാരിക്കേഡിൻ്റെ പുറത്ത് കയറി നിന്ന് അത് ഒരെണ്ണം പൊളിച്ചു മാറ്റിയപ്പം അത്രയ്ക്കും വേണ്ട എന്ന് പറയും. കാരണം ഇതിൻ്റെ ദൂഷ്യം അവർക്ക് അറിയാം. ഈ രീതിയിലുള്ള സമരമുഖം, അക്രമാസക്തമായ സമരമുഖം അതിനി കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ട് സമാധാനമായ പ്രതിഷേധം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ രീതിയിൽ പോലീസിനെ ആക്രമിക്കുകയും ഈ രീതിയിലുള്ള വെപ്പൺ കൊണ്ട് വന്നാൽ അത് ഒരു പ്രിവെൻറ്റീവ് ഡിസിഷൻസിലോട്ട് പോകേണ്ടി വരും. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്.